പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുകൾ ഒന്നും തന്നെ വേണ്ടാത്ത രണ്ട് മേഖലകളാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിലൊന്ന് അഭിനയ രംഗമാണ്, രണ്ടാമത്തേത് നമ്മുടെ പൊളിറ്റിക്സും. ഇന്ത്യയിലെ കാര്യം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയും അതേപോലെ തന്നെ ക്രിമിനൽ റെക്കോർഡുകളുള്ള ആൾക്കാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് രണ്ടും സമാസമമാണ് ഈ ഫീൽഡിൽ എന്ന് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് സാധാരണയായിട്ട് ചെയ്യുക? പണ്ടൊക്കെയുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കുമായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വോട്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അറിയാം. അതിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ആക്ച്വലി നാം നമ്മുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് എന്ന് കൂടി പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നോട്ട സിസ്റ്റം ഒക്കെ നിലവിൽ വന്നത്. നോട്ട എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി അബോവ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നോട്ടയെ പറ്റിയാണ് കൂടുതലായി സംസാരിക്കാൻ പോകുന്നത്. നോട്ട വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് വന്നതിന് ശേഷം ഇതിലൊക്കെ കാര്യമായിട്ടുള്ള പരിഹാരങ്ങൾ കാണാൻ സാധിച്ചുവോ എന്നുള്ള ഒരു പ്രോബ്ലം ഒക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോട്ടയ്ക്ക് കാര്യമായിട്ടുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ അതിന് മെജോറിറ്റി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ഷനിൽ പിന്നീട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതും അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾ നോട്ടയിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ടോ, അത് നമ്മളെ സെലക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. So, hi everybody, this is Liju Krishnan and you are watching MSG. ആദ്യമായിട്ട് നോട്ട എന്താണ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓരോ വോട്ടർക്കും തങ്ങളുടെ നെഗറ്റീവ് ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമായിട്ടാണ് നമ്മൾ നോട്ടയെ മനസ്സിലാക്കേണ്ടത്. അതായത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഏതൊരു കാൻഡിഡേറ്റിനെയും നിങ്ങൾക്ക് ജയിപ്പിക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നോട്ട എന്ന് പറയുന്ന ഒരൊറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. 2013 സെപ്റ്റംബർ 27 ഇതിന് ലീഗൽ സ്റ്റാറ്റസ് കിട്ടുന്നത് എന്ന് കാണാൻ സാധിക്കും. 2013 തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മിസോറാം, ഡൽഹി, ഛത്തീസ്ഗഡ് തുടങ്ങി സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനുകൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയും 2004 ആദ്യമായി രാജ്യസഭയിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നോട്ട നിലവിൽ വരുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയൊന്നുമല്ല, അത് ഫ്രാൻസ് ആണെന്ന് മനസ്സിലാക്കാം. 2008 കൂടി നോട്ടയ്ക്ക് അംഗീകാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമായി ബംഗ്ലാദേശ് മാറി. നമ്മുടെ സ്ഥാനം ഈ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 14 എന്ന് കൂടി മനസ്സിലാക്കുക. 2019 നടന്ന ഇന്ത്യൻ ജനറൽ ഇലക്ഷനിൽ ഏകദേശം 1.04% വോട്ട് നോട്ടയ്ക്കായിരുന്നു എന്നത് ഒരു കൗതുകകരമായിട്ടുള്ള വാർത്ത കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. നോട്ടയ്ക്ക് നിലവിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ എന്നതായിരുന്നു നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം ഭരിക്കേണ്ടത് ശരിക്കും ഭരണതന്ത്രജ്ഞരായിട്ടുള്ള കഴിവുള്ള സ്കിൽഡ് ആൾക്കാരാണോ അതോ ക്രിമിനലുകളുടെ സംഘമാണോ എന്ന് തീരുമാനിക്കുന്നതിൽ നോട്ടയ്ക്ക് വളരെ വളരെ വലിയ സ്ഥാനമാണുള്ളത്. അതായത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് അഥവാ ADRC എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2014 ലോക്സഭാ ഇലക്ഷന്റെ 30% വിജയികളും ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡുകൾ ഉള്ളവരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ചിന്തിക്കണം. ഇനി 2019 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇത് 43% വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നാണം കെട്ട ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ കൂടി ക്രിമിനൽ കേസ് ഉണ്ടാവുക എന്നതും ക്രിമിനൽ ആവുക എന്നതും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പിൽ ഇപ്രകാരം ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അല്ലെങ്കിൽ അവരുടെ സ്ഥാനം അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള കള്ള കേസുകൾ രൂപപ്പെട്ടു വരുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ നിരവധി ഇലക്ഷനുകളിൽ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി ശരിക്കും ക്രിമിനൽ സ്വഭാവമുള്ള ആളാണോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട വ്യക്തി മാത്രമാണോ എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ആ ഒരു അവസരത്തിൽ കുറച്ച് പ്രയാസമേറിയ കാര്യം തന്നെയായിരിക്കും. അവിടെയാണ് നാം നോട്ടയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള സ്ഥാനാർത്ഥി ശരിക്കും ക്രിമിനൽ ആണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് അവിടെ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു വ്യക്തി ക്രിമിനൽ ആണ് എന്ന് കോടതി മുഖേന തെളിയിക്കപ്പെടുകയാണെങ്കിൽ, അതായത് കോടതി ആ ഒരു വ്യക്തിയെ ക്രിമിനൽ ആണ് എന്ന് വിധിക്കുകയാണെങ്കിൽ അത്തരം ആളുകളുടെ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞതിന് അതിനുശേഷം വരുന്ന 6 വർഷത്തിന് ശേഷമേ അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ കോടതി 5 വർഷത്തെ തടവിന് വിധിക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തിക്ക് തടവ് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് തന്നെ ആ 5 വർഷം അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ അവർ റിലീസ് ആയതിനു ശേഷമുള്ള 6 വർഷ കാലയളവിൽ കൂടി അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഈ 5+6 11 വർഷത്തിന് ശേഷമുള്ള കാലയളവിൽ മറ്റ് കേസുകളൊന്നും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കും എന്നതും ഒരു പ്രത്യേകതയാണ്.
എന്നാൽ അതേസമയം ഒരു വ്യക്തിയുടെ മുകളിൽ ക്രിമിനൽ കുറ്റം ആരോപിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ സമർപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇലക്ഷനിൽ മത്സരിക്കുവാൻ യോഗ്യതയുണ്ട് എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് 2023 രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഡിഫമേഷൻ കേസിൽ കൺവിക്ട് ആയതിനെ തുടർന്ന് അദ്ദേഹം MP സ്ഥാനത്ത് നിന്നും ഡിസ്ക്വാളിഫിക്കേഷൻ ആയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് 8 വർഷ കാലയളവിൽ ഇലക്ഷനിൽ മത്സരിക്കുവാൻ സാധിക്കുന്നില്ല. അതായത് 2 വർഷത്തെ ജയിൽവാസവും അതിനുശേഷം വരുന്ന 6 വർഷത്തെ ആ ഒരു കണക്കും കൂടെ കൂട്ടുമ്പോൾ അടുത്ത 8 വർഷത്തേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഈ 8 വർഷത്തെ കാലത്തെ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. നമ്മുടെ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ റൈറ്റ് നോട്ട് ടു വോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. അപ്പോൾ ഈ റൈറ്റ് നോട്ട് ടു വോട്ടിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇലക്ഷൻ മികച്ച രീതിയിൽ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, ആരാണ് ഈ ഇലക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടത്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് ഇലക്ഷനിൽ അയോഗ്യത കൽപ്പിക്കേണ്ടത്, ആരൊക്കെയാണ് ക്വാളിഫൈഡ് ആയത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണ് എന്നുള്ളതാണ്. എന്നാൽ അതുപോലെ തന്നെ റൈറ്റ് നോട്ട് ടു വോട്ട് കൂടി നമുക്ക് ഇങ്ങനെ ഒരു അവകാശമായി തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പലർക്കും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ 2013 നോട്ട വരുന്നതിനൊക്കെ മുന്നേ തന്നെ ഒരു കാൻഡിഡേറ്റിനെ റിജക്ട് ചെയ്യാനുള്ള ഒരു സുവർണാവസരം നമ്മുടെ വോട്ടർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ടർ നോർമൽ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു, പോയതിനു ശേഷം ഫോം 49 അവിടെ സൈൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് റിജക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വോട്ടറുടെ സ്വകാര്യത അവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർഗം അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഫോം 49 ഫില്ല് ചെയ്യുന്ന ഒരാൾ ഒരു കാൻഡിഡേറ്റിനെ റിജക്ട് ചെയ്യുകയാണെന്ന് പാർട്ടി പ്രതിനിധികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകാൻ സാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കോൺസിക്വൻസസ് ഒക്കെ അവിടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ വലിയ സുതാര്യതയൊന്നും കണ്ടെത്താനായിട്ട് ആർക്കും സാധിച്ചില്ല എന്നതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിന്നത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു കേസ് ആ ഒരു സമയത്ത് ഫയൽ ചെയ്യപ്പെടുന്നത്. അതിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പറയുന്നത് പ്രകാരം വോട്ടർമാരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു വാദം അവിടെ വരികയുണ്ടായി. ഇവിടെ ഒരു സ്വകാര്യത മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഓരോ വോട്ടിംഗ് മെഷീനുകളുടെയും അവസാനം നോട്ട എന്ന് പറയുന്ന ഒരു അഡീഷണൽ ബട്ടൺ വേണമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു വിധി ആ ഒരു ടൈമിൽ പുറപ്പെടുവിക്കുന്നത്. ഇതിലൂടെ നമ്മളുടെ അസംതൃപ്തി ആരും അറിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് പി സദാശിവം തിരഞ്ഞെടുപ്പുകളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ ഒരു സിസ്റ്റം, അതായത് ഈ നോട്ടയുടെ അഡീഷനിലൂടെ സാധിക്കും എന്നാണ് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല ഇതിലൂടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും തങ്ങളുടെ പക്ഷത്തുള്ള ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇലക്ഷന് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി അതിനകത്തൂടെ വന്നു ചേരുന്നത് എന്നും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈവൻ നമ്മുടെ പാർലമെന്റിൽ പോലും വോട്ടിംഗിന്റെ സമയത്ത് യെസ്, നോ, അബ്സ്റ്റെയിൻ ഇങ്ങനെയുള്ള 3 ഓപ്ഷനുകൾ നൽകാറുണ്ട്. ഈ അബ്സ്റ്റെയിൻ എന്ന് പറയുന്നത് നോട്ടയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഒരു ഇലക്ഷനിൽ നോട്ടയ്ക്ക് മെജോറിറ്റി വോട്ട് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് ആ ഇലക്ഷനിൽ സംഭവിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കില്ല. എന്തുകൊണ്ട് എന്നായിരിക്കും ചോദിക്കുന്നത്. ഇതിനുള്ള ഉത്തരം എന്തെന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഈ സർക്കുലറിൽ പറയുന്നത് പ്രകാരം ഒരു ഇലക്ഷനിൽ നോട്ടയ്ക്ക് വ്യക്തമായ മെജോറിറ്റി ലഭിക്കുകയാണെങ്കിൽ പോലും നോട്ടയെ വിജയിയായി കണക്കാക്കുന്നതിന് പകരം അതിന് തൊട്ടടുത്ത് ഏറ്റവും അധികം വോട്ട് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ വിജയിയായി പരിഗണിക്കുക എന്നുള്ളതായിരുന്നു. അതായത് 1000 വോട്ട് ചെയ്യപ്പെട്ടതിൽ നോട്ടയ്ക്ക് 800 വോട്ടുകൾ കിട്ടിയെങ്കിൽ പോലും തൊട്ടടുത്ത് ഏറ്റവും ഉയർന്ന വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ആരാണോ അയാളെ വിജയിയായി കണക്കാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു തുടരുന്നത്. അപ്പോൾ ഫലത്തിൽ പറയുകയാണെങ്കിൽ നോട്ട കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. ഈ ഒരു വസ്തുത പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നോട്ടയെ ആ സമയങ്ങളിലൊക്കെ ടൂത്ത്ലെസ് ടൈഗർ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. ഇവിടെ നമ്മുടെ അതൃപ്തി ഫലപ്രദമായി രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഇത് 2013 വന്നതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നോട്ടയിലും കൃത്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് തന്നെയല്ലേ എന്നൊരു ചിന്താഗതി ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ അടുത്ത് ഇന്ത്യൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ നോട്ടീസിൽ സുപ്രീം കോടതി ചോദ്യ രൂപത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഒരു
തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിനെ അസാധുവായി പ്രഖ്യാപിക്കുമോ എന്നതായിരുന്നു ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് തന്നെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ പറയുന്നത് പ്രകാരം നോട്ടയെ ഒരു ഫിക്ഷണൽ കാൻഡിഡേറ്റ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ എവിടെയെങ്കിലും നോട്ടയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അവിടെ റീ ഇലക്ഷൻ പ്രഖ്യാപിക്കണം എന്നതായിരുന്നു അതിനകത്ത് പറയുന്നത്. റീ ഇലക്ഷൻ നടത്തുന്നതിലൂടെ പാർട്ടികൾക്ക് തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയെ പിന്നീട് നിർത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും എന്നതാണ് അതിനകത്ത് പറയുന്ന വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അതിലൊന്നെന്ന് പറയുന്നത് ഈ നോട്ടയ്ക്ക് മെജോറിറ്റി ലഭിക്കുകയാണെങ്കിൽ റീ ഇലക്ഷൻ നടത്തുമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതുപോലെ മത്സരത്തിൽ പരാജയപ്പെടുന്ന കാൻഡിഡേറ്റിനെ അയോഗ്യനായി പ്രഖ്യാപിക്കുകയും വേണം എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയും അതിനകത്ത് വരുന്നുണ്ട്. ഈ കാര്യങ്ങളിലെ സത്യാവസ്ഥയും ഇത് എത്രമാത്രം സാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതിനെ പറ്റിയാണ് അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ റീ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞേക്കാവുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റീ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരു മത്സരാർത്ഥി പഴയ മത്സരാർത്ഥിയേക്കാൾ മികച്ചതാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോട്ട വിജയിച്ച ശേഷവും നടക്കുന്ന റീ ഇലക്ഷനുകളിൽ വീണ്ടും 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 നോട്ട തന്നെ വിജയിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഇതേപോലെ എത്ര തവണ റീ ഇലക്ഷനുകൾ നടത്തിക്കൊണ്ടിരിക്കും? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത് ഒരു സംശയം കൂടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പുതുമുഖങ്ങളായിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥികൾ ആദ്യ ഇലക്ഷനിൽ തന്നെ ഈ നോട്ടയുടെ എഫക്റ്റ് കാരണം പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവരെ ഡിസ്ക്വാളിഫിക്കേഷനിൽ നേരിടേണ്ടി വരികയും അവരുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നു എന്നത് മൂന്നാമത്തെ ഒരു വസ്തുതയാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളും നോട്ടയ്ക്ക് കുത്തുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് നിങ്ങൾ നോട്ടയെ ഒരു ഓപ്ഷനായി പരിഗണിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിരവധി ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്. ഇത്തരക്കാർ സാധാരണ ഇലക്ഷനുകളിൽ പങ്കെടുക്കാതിരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ നോട്ട പോലെയുള്ള മാർഗങ്ങൾ നിലവിലുള്ളപ്പോൾ ഇത്തരക്കാർ ഇലക്ഷനുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിനോ യാതൊരുവിധ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നോട്ട വോട്ട് ചെയ്യുന്നതിലൂടെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ രാജ്യത്ത് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതൊരു പരാജയപ്പെട്ട മാറ്റമായിട്ട് നമുക്ക് കണക്കാക്കുകയും കൂടി വേണം. നോട്ട വരുന്നതിലൂടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് മേഖലയിൽ സിസ്റ്റമാറ്റിക് മാറ്റം വരുമെന്നൊക്കെയാണ് ആ സമയത്ത് സുപ്രീം കോടതി അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത് പോസിബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നോട്ടയ്ക്ക് വോട്ട് കുത്തി നാം നമ്മുടെ വോട്ടുകളൊക്കെ വെറുതെ പാഴാക്കുന്നത് എന്തിനാണ് എന്നതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് മറക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാരണത്താൽ തന്നെ നോട്ട ഒരു ഇൻഫോംഡ് ഡിസിഷൻ, അതും അല്ലെങ്കിൽ ഒരു ചോയ്സ് ആയി മാറേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ അതിലുപരിയായി അതൊരു ട്രെൻഡ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട മത്സരാർത്ഥികളെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട എന്ന് പറയുന്ന ബട്ടൺ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതാണ് ശരിയായ ഒരു തീരുമാനമായി തോന്നുന്നത്. പക്ഷേ അതിന് മറ്റൊരു മറുപുറം കൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാനുണ്ട്. നിങ്ങൾക്കൊരു കാൻഡിഡേറ്റിനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അവോയ്ഡ് ചെയ്യാം. പക്ഷെ മറ്റൊരാളെ പരിചയമില്ല എന്നുള്ള പേരിൽ നിങ്ങൾ നോട്ട സെലക്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുടെ കൂടെ ഒന്ന് ചോദിച്ചു നോക്കുക. അത് ശരിയാണെന്ന് പറയുന്നെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള വിലപ്പെട്ട കമന്റുകളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സമ്മതിദാന അവകാശം എല്ലായ്പ്പോഴും ശരിയായി ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം അതിന് നമ്മുടെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടി രേഖപ്പെടുത്തണമെന്നാണ് അപേക്ഷയുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറുകയാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി ഇനിയും വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വരും വരെ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് MSG ലിജു കൃഷ്ണൻ സൈനിങ് ഓഫ്.